ഹലോ, ചിഞ്ചസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് മുത്തശ്ശി പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്ന കമലയാണല്ലോ. തുടർന്ന് ഇതെല്ലാം ഞെട്ടലോടെ കേട്ട് നിൽക്കുകയാണ് കമല. അവിടേക്ക് വേദ വരുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് വേദ വരുന്നത്. വേദയോട് മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറയാണ്, നീ ചെയ്തത് വളരെ തെറ്റായി പോയി എന്നും നീ ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നും. ഇതെല്ലാം കേട്ട് വിഷമിച്ച് കരയാണ് വേദ. കമല പറയുന്നുണ്ട്, ചെയ്ത തെറ്റിന് നീ പോയി മാപ്പ് പറയണമെന്ന്. പിന്നീട് കാണിക്കുന്നത് വർഷയും ശ്രീകാന്തും ശങ്കരനാരായണനോട് വിക്രമനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതാണ്. പറഞ്ഞ് ശങ്കരനാരായണന്റെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് അവർ രണ്ടുപേരും കൂടി. അപ്പോഴാണ് അവിടേക്ക് വേദ വരുന്നത് കണ്ടതും ദീപ്തി എല്ലാവരെയും വിളിച്ച് അറിയിക്കുകയാണ് ചേച്ചി വരുന്നുണ്ട് എന്ന്. അത് കേട്ടതും ദേഷ്യത്തോടെ വേദയോടൊപ്പമുള്ള ഫോട്ടോസ് എല്ലാം എടുത്ത് വേദയുടെ മുന്നിലേക്ക് എറിയാണ് ശങ്കരനാരായണൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിന്നും പോയവർ ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറരുത് എന്നും ഇനി ഇവിടെ ഒരു സ്ഥാനവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ്. പിന്നീട് ശ്രീകാന്തും വർഷയും വേദയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. എന്നാൽ അച്ചമ്മ പറയാണ്, എന്തിനാണോ വേദ വന്നത് അത് ചെയ്തിട്ടേ പോവുള്ളൂ എന്ന്. എന്നാൽ ശ്രീകാന്ത് അതിന് സമ്മതിക്കുന്നില്ല. ദീപ്തി പറയുന്നുണ്ട്, ഇനി മുതൽ നിങ്ങൾ എൻ്റെ ചേച്ചിയല്ല എന്നും ഇനി അങ്ങനെ കാണാൻ പറ്റില്ല എന്നും. ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാണ് വേദ. പിന്നീട് കാണിക്കുന്നത് കമലയുടെ മുന്നിൽ കരയുന്ന വേദയാണ്. കമല വേദയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് വിക്രം വരുന്നത്. വിക്രം വേദ കരയുന്നത് കണ്ട് കാര്യം അന്വേഷിക്കുന്നുണ്ട്. കമല നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. ഇതോടുകൂടി പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.